കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം അത് നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. ഈ കൊലപാതകത്തിൽ 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ 4 പ്രതികൾ പിടിയിലായ എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ്. സ്വർണത്തിന് വേണ്ടിയായിരുന്നു കൊലപാതകം. ഒരു 13 വയസ്സുകാരിക്ക് സ്വന്തം മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ നൽകാൻ എങ്ങനെ തോന്നി? ഈ ഒരു ചോദ്യം മതി കരുവറ്റായിലെ സംഭവം നമ്മളെ എത്രത്തോളം ഞെട്ടിച്ചു എന്നറിയാൻ. പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായതും പറയുന്നതുമായ കാര്യങ്ങൾ 13 വയസ്സുകാരി സ്വന്തം മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു തന്റെ 17 വയസ്സുകാരനായ കാമുകന്. പക്ഷേ എന്തിനായിരുന്നു ഈ കൊലപാതകം? പോലീസും വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വീട്ടിലുള്ള സ്വർണവും പണവും കൈക്കലാക്കി തനിക്ക് ഐഫോണും തന്റെ കാമുകനും കൂട്ടുകാർക്കും ബൈക്കും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം അവർ ആസൂത്രണം ചെയ്തത്. അതിന്റെ ഭാഗമായാണ് മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ നൽകപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഒരു ഐഫോണിനും ബൈക്കിനും വേണ്ടി സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ പോലും മടിക്കാത്ത മനസ്സ്. ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഒരു കാലത്ത് കുട്ടികൾക്ക് ദേഷ്യം വന്നാല് അവരൊന്ന് കരയും, അല്ലെ ഒന്ന് പിണങ്ങും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. പക്ഷേ ഇന്ന് ചില കുട്ടികളുടെ മനസ്സിൽ ആഡംബര ജീവിതവും പണവും പ്രതാപങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളും ഒക്കെ, അതിലൂടെ അവർ കാണുന്ന തെറ്റായ ജീവിതങ്ങളും ബന്ധങ്ങളും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നുണ്ടോ? ഒരു കുട്ടിയുടെ മനസ്സിൽ എങ്ങനെ ഇത്രയും അപകടകരമായ ചിന്തകൾ രൂപപ്പെടുന്നു? തീർച്ചയായും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇന്നത്തെ ഒരു മുഴുവൻ തലമുറയും നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. പക്ഷേ ഈ കേസിന്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളും വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും അനുസരിച്ച് ഇന്നത്തെ തലമുറ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ സംഭവങ്ങളോടൊക്കെ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ എന്താണ് കാണുന്നത്? ആരോടാണ് കൂട്ടുകൂടുന്നത്? അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മൾ മാതാപിതാക്കളും സമൂഹവും കുറച്ചും കൂടെ അവരെ മനസ്സിലാക്കേണ്ടതുണ്ടോ? കുറച്ച് സമയവും കണ്ടെത്തേണ്ടതുണ്ടോ? കേവലം ഇതൊരു കൊലപാതകത്തിന്റെ വാർത്ത മാത്രമല്ല, നമ്മളുടെയൊക്കെ കുട്ടികളുടെ മനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പറയും.